ഡൽഹിയിൽ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായി പോലീസിന് സന്ദേശം. അഗ്നിശമന സേനയും പോലീസും ചാണക്യപുരി മേഖലയിൽ എംബസിക്ക് സമീപം പരിശോധന നടത്തി. സംഭവ സ്ഥലത്ത് നിന്നും ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഡൽഹി ഫയർ സർവീസസ് ഡയറക്ടർ അതുൽ ഗാർഗ് അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, പോലീസിന് ലഭിച്ച സന്ദേശം വേറെ തരത്തിലായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിലും നിലവിലെ സാഹചര്യവും എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഡൽഹിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായി എന്ന സന്ദേശം ഡൽഹി പോലീസിനും ഫയർഫോഴ്സിനും ലഭിക്കുന്നത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഡൽഹി ചാണക്യപുരിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപവും എംബസിക്ക് വളപ്പിനകത്തും വിശദമായ പരിശോധന നടത്തി. ഈ എംബസിയിലെ സുരക്ഷാ ജീവനക്കാരൻ അറിയിക്കുന്നത് എംബസിക്ക് മീറ്ററുകൾക്കപ്പുറത്ത് ശക്തമായ സ്ഫോടനം കേട്ടു, പുക ഉയരുന്നതും കേട്ടു എന്നുള്ളൊരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഴിയാണ് സുരക്ഷാ ജീവനക്കാരൻ നൽകിയിട്ടുള്ളത്. എന്നാൽ എംബസിക്ക് സമീപത്ത് അത്തരത്തിൽ സ്ഫോടനം നടന്നതായോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഫോടനത്തിന്റെ സാധ്യതകളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡൽഹി പോലീസും ഫയർഫോഴ്സും അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇസ്രായേൽ എംബസിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട്. സുരേഷ്, ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.